ഹായ് ഗൈസ്, പാർട്ട് 2 സ്വാഗതം. അങ്ങനെ മൈര പോയിന്റ് എല്ലാം കണ്ടതിന് ശേഷം നേരെ ചെന്നത് മതേരൻ ടൗണിലോട്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് വേണം റൂം അന്വേഷിച്ച് തുടങ്ങാൻ. വീക്കെൻഡ് ആയതുകൊണ്ട് റൂമെല്ലാം അത്യാവശ്യം നല്ല കത്തിയായിരുന്നു. പെർ ഹെഡ് ഏകദേശം 1500 to 2000 ആയിരുന്നു ചോദിച്ചിരുന്നത്. പിന്നെ അവിടെ കണ്ട ഒരു ബായിനോട് സംസാരിച്ച് ഒരു വില്ല തന്നെ കുറഞ്ഞ റേറ്റിൽ സെറ്റാക്കി. പിന്നെ നേരെ റൂമിൽ ചെന്ന് ഫ്രഷപ്പായി ഫുഡ് കഴിച്ച് അടുത്ത സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങി. അത് നല്ലപോലെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു കിടിലം വ്യൂ പോയിന്റിലോട്ടായിരുന്നു. എക്കോ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബട്ട് എക്കോ പോയിന്റിൻ്റെ സൈഡിലൂടെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിടിലം വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. അത്യാവശ്യം നല്ല റിസ്ക്കി ആയിട്ടുള്ള വഴിയായിരുന്നു. കാരണം സ്റ്റീപ്പായിട്ടുള്ള ഇറക്കവും സ്ലിപ്പറി ആയിട്ടുള്ള വഴിയും. ബട്ട് ഇതൊന്നും മൈൻഡാക്കാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാൾ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ട്രക്ക് ചെയ്ത രണ്ട് വ്യക്തികളുണ്ട്, ജുമാനാൻ എന്നാതു. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇവരെയും ടേക്ക് കെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ പോകണം എന്നായിരുന്നു. ബട്ട് അതെല്ലാം കാറ്റി പറത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നിൽ നടന്നു, ഞങ്ങൾ വന്നോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു രണ്ടാളും. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ലൈക്ക് അവിടെ തന്നെ പോയി അനുഭവിക്കണം. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നേരെ പോയത് ലൂയിസ പോയിന്റ് ആയിരുന്നു. ലൂയിസ പോയിന്റിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ട്രക്ക് ചെയ്ത വാട്ടർഫാളിൻ്റെ സ്ട്രെയിറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് അടിക്കാൻ വേണ്ടിയായിരുന്നു. വിശപ്പുള്ളതുകൊണ്ടാണോ ആർത്തി ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരാളിരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട്. വില നോക്കാതെ ബിരിയാണി അങ്ങ് ഓർഡറാക്കി ഫുഡെല്ലാം അടിച്ച് നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ബാക്കി നാളെ. ടാറ്റാ.